എനിക്ക് ആദ്യം പെയിൻ വന്നത് മെയ് 30-നാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് ജൂൺ 3-ാം തീയതിയാണ്. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ നെഞ്ചിൻ്റെ നടുക്ക് ശരിക്കും എല്ലിങ്ങനെ പ്രസ് ചെയ്ത് ഞെരുക്കുന്നത് മാതിരിയായിരുന്നു. അവിടുന്ന് താഴോട്ട് കേട്ടോ. പിന്നെ അത് മേലോട്ട് സ്പ്രെഡായി താടിയെല്ലും കവിളെല്ലും പിന്നെ ഷോൾഡറിലേക്ക് കൈയിൻ്റെ ഈ ഭാഗത്തേക്കും. അപ്പോൾ നമുക്കതറിയാം ഗ്യാസ് അല്ലാന്ന് ഷുവറാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ എല്ലാം കുടിച്ച് ഗ്യാസിൻ്റെ ഗുളികയെല്ലാം കഴിക്കുമ്പോൾ ഇങ്ങനെ തേട്ടിയിട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്യാസ് ആണെന്ന് വീട്ടിൽ നിന്ന് പറയുകയും ചെയ്തു. അത് സ്കൂളിൽ നിന്നായിരുന്നു അന്നൊരു പ്രോഗ്രാമിൻ്റെ ദിവസം. പിന്നെ പിറ്റേ ദിവസം ചെറുതായിട്ട് ഇങ്ങനെ പെയിൻ ഉണ്ടായിരുന്നു, നെയിൽവ് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു കിതപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിറ്റേ ദിവസമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. സ്കൂൾ തുറന്ന ദിവസം അങ്ങനെ പകലൊന്നും പ്രശ്നമില്ല. രാത്രി ഇതുപോലെ നെഞ്ചിൻ്റെ നടുക്ക് ചെറിയൊരു വേദന, ഒരു ഉറക്കത്തെ പോലെ തോന്നിയത് എനിക്ക്. പിന്നെ ഒന്നും പ്രശ്നമില്ല. രാവിലെ ഞാൻ 5 മണിക്ക് സാധാരണ എണീക്കും പോലെ എണീച്ച് ജോലിയെല്ലാം ചെയ്ത് 8 മണി വരെ അടുക്കളയിലായിരുന്നു. അപ്പോൾ എക്സസൈസ് വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുളിച്ച് റെഡി ആയിട്ടെല്ലാം നിൽക്കുമ്പോൾ ചെറിയൊരു വേദന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഉണ്ണേട്ടനോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അപ്പോഴും ഞാൻ പറയുന്നത് അതാ, ഉച്ചയ്ക്ക് ശേഷം പോവാമെന്നാണ്. ഇത്രയൊന്നും നിർത്താൻ പാടില്ല, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിലെത്തിയ സമയത്ത് കുറച്ച് നന്നായിട്ട് വേദന തുടങ്ങി. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ആ സമയത്ത് ക്ലാസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം വേദന വന്നു. അപ്പോൾ ഞാൻ മുമ്പേ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 12:30 ഡോക്ടറെ കാണാൻ വേണ്ടി പോയത്. പക്ഷെ ആ സമയത്തും ഞാൻ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് സ്റ്റെയർ കേസ് കയറിയിട്ട് വന്നു. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് വീൽ ചെയർ വേണോ ചോദിക്കുമ്പോൾ ഞാൻ വേണ്ട, നടന്നിട്ട് പോവാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതൊന്നും ശരിക്കും ചെയ്തുകൂടാത്ത കാര്യമായിരുന്നേ. പിന്നെ ചെറുതായിട്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരു കിതപ്പ്, ചെറുങ്ങനെ ഒരു കിതപ്പുണ്ടായിരുന്നു. പിന്നെ വയറിനൊരു അസ്വാസ്ഥ്യം പോലെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത്രയും പിന്നെ എനിക്ക് വാൺ ചെയ്ത് എൻ്റെ ഹാർട്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് എന്നെ അറിയാം മുമ്പേ എന്ന് പറഞ്ഞു, കുറച്ച് സിസ്റ്റേഴ്സിനെല്ലാം എന്നെ അറിയുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, ഇനി വ്ളോഗ് ചെയ്തോന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2ാം ജന്മം എന്ന് പറയാം. പക്ഷേ ഇനി ഞാൻ ഒരു അടുത്ത ആഴ്ച മുതൽ കുറച്ച് ജോലിയെല്ലാം ചെയ്യാം, 1 മാസം കഴിയുമ്പോൾ സ്കൂളിലേക്ക് പോകാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി പൂർവാധികം ശക്തിയോടെ ഞാൻ വരും കേട്ടോ, തിരിച്ചു വരും.